ഇപ്പോഴേ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വന്നു. ഈ വീഡിയോ പൂർണ്ണമായിട്ടെല്ലാം കാണണം കേട്ടോ. ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. കേരളത്തിൽ ഫുഡ് സേഫ്റ്റി കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുക ആരോഗ്യവകുപ്പ് മന്ത്രി സർക്കാർ. നമുക്കറിയാം, വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ഹോട്ടലുകൾ കേരളത്തിലുടനീളമുണ്ട്. അതുപോലെ ബജ്ജിക്കട, തട്ടുകട, കുഴിമന്തി, ഇത് എല്ലാവരും അടച്ചൊന്നും പറയല്ല. ഇതിനകത്ത് വൃത്തിയുള്ളവരൊക്കെ ഉണ്ട്, വൃത്തിയായിട്ട് ആഹാരം കൊടുക്കുന്നവരുമുണ്ട്, പഴകിയ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നവർ, പുതിയ ഫ്രഷ് സാധനം കൊടുക്കുന്നവരുമുണ്ട്. അവരെ ഒന്നും ഇത് ബാധിക്കത്തില്ല, അല്ലാത്തവരെയാണ് ബാധിക്കുന്നത്. നമുക്കറിയാം, ഹോട്ടലിൽ ഞാൻ സ്ഥിരം മിക്കവാറും കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും പോയി യാത്ര ചെയ്യുന്ന ആളാണ്, വീഡിയോ എടുക്കാനും എല്ലാത്തിനും. അപ്പോൾ അവിടങ്ങളിൽ നിന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഹോട്ടൽ മേഖലയിൽ ഇന്ന് നമുക്ക് ഗ്യാസിന് ക്ഷാമമുണ്ട്. അപ്പം ഗ്യാസിന് ക്ഷാമം ഏതാണ് 3000 മുകളിലുണ്ട്. സാധനത്തിനെല്ലാം വില കൂടി, ഊണിന് വില കൂടി, അതുപോലെ സ്പെഷ്യൽ ഐറ്റങ്ങൾക്കെല്ലാം വില കൂടി ഇല്ലേ. ഫിഷിന് കൂടി, ചിക്കന് കൂടി, മട്ടന് കൂടി, അതുപോലെ തന്നെ ബീഫിന് കൂടി, എല്ലാത്തിനും കൂടി. ബീഫിനും വില കൂടി. ഞാൻ ബീഫ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഹോട്ടലുകാരൻ ബീഫ്, പ്രേക്ഷകരൊന്നും ചിന്തിക്കണം കേട്ടോ, ബീഫ് കറി വെച്ചിട്ട് പഴകിയാണെന്നും പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നുണ്ടോ? അതെത്ര ദിവസമാണെങ്കിലും ആ ബീഫ് ജനങ്ങളെ തെറ്റിക്കും. ഫ്രൈ ചെയ്ത് ചൂടാക്കി 4 കഷണവും 4 സവോളയും കൂടെ വെച്ച് കൊടുക്കും. അതിന് മേടിക്കും 150 രൂപ. സിംഗിളാണെങ്കിൽ 100 രൂപ. പറയുന്ന റേറ്റാണ് കേട്ടോ. സാധാരണ ഈ മലയാളിയെ സംബന്ധിച്ച് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മലയാളികളാരും ബില്ല് നോക്കത്തില്ല, പറയുന്ന തുക എത്ര 450 കൊടുത്തിട്ട് കൊടുക്കും. അതാ മലയാളിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം അവന് ജാടയുണ്ട്, പ്രത്യേകിച്ച് ഒരു അഭിമാനം കൂടെ ചിലർക്കുണ്ട്, ലജ്ജയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൈസ കൊടുത്തിട്ടങ്ങ് പോകും. പിന്നെ നമുക്കറിയാലോ, കുഴിമന്തി കഴിക്കുന്നവർ, അൽഫാം, കുഴിമന്തി, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഇതേത് രീതിയിലാണ്, എവിടുന്നാണ് ഇത് ചുട്ടെടുക്കുന്നതെന്നും ഇതിനകത്ത് ചേർക്കുന്നത് എന്താണെന്നൊന്നും ഈ ചെന്ന് ഇത് പറ്റിക്കുന്നവർക്ക് അറിയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ നടത്തുന്ന ഹോട്ടലുകൾക്ക് ഇത് ബാധകമല്ല കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ നടക്കുന്ന ഹോട്ടലുകളിലും ഇന്ന് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ആൻഡ് അവർ പിടിക്കുന്നുമുണ്ട്. പഴകിയ ഭക്ഷണം സ്റ്റോക്ക് ചെയ്ത് ഇത് കാരണം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ഒരു ഹോട്ടലുടമയെ സമ്മതിക്കത്തില്ല, നടക്കത്തുമില്ല. അവർക്ക് പ്രത്യേക സ്റ്റാഫിന് തന്നെ ഇത് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് നഷ്ടപ്പെടുത്താതെ തന്നെ എങ്ങനെ ഒരു രീതിയിൽ കൊടുക്കണമെന്ന് അവർക്കറിയാം. മനസ്സിലായില്ലേ? ബീഫ് കറി തന്നെ നമുക്ക് ഇന്ന് കറി അത് ചൂടാക്കിയിട്ട് വീണ്ടും അരപ്പ് ചേർത്ത് വീണ്ടും കൊടുക്കും ഇല്ലേ? കൊടുക്കത്തില്ലേ? അത് കൊടുത്താൽ കുഴപ്പമില്ല, ശരീരത്തിന് കുഴപ്പമുണ്ടാകാതിരുന്നാൽ മതി. ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലൊരു സംഭവം നടന്നു. പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അടിമാലിയിലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ടൂറിന് പോയ വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, അതായത് ഏതാണ്ട് 10-30ഓളം വിദ്യാർത്ഥികൾ, വാർത്ത പുറത്തു വന്നില്ല, തൊടുപുഴ ജനറൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചികിത്സയ്ക്ക് വന്നു. പലരും ഒരു ദിവസം 2 ദിവസം അവിടെ അഡ്മിറ്റായിട്ടാണ് പോകുന്നത്. വാർത്ത പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഒരാൾ ഒരു സ്കൂൾ ടൂറിന് പോകുമ്പോൾ മറ്റ് 10-20-30 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ ഭക്ഷണം ഭക്ഷിച്ചാൽ മതി, എല്ലാവർക്കും ഇത് ബാധകമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വിശപ്പും അടുക്കും കൂടുതൽ, പ്രത്യേകിച്ച് കൂട്ടുകാരും എല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതങ്ങ് ഭക്ഷിക്കും. മനസ്സിലായില്ലേ? ഇതിൻ്റെ വരുംവരായ്മകളെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം പറയുന്ന പൈസയാണ് കൊടുക്കുന്നത് ഇല്ലേ? അത് വൃത്തിയായിട്ട് രീതിയിലും പഴകിയ ഭക്ഷണമല്ലാതെ ഫ്രഷായിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഹോട്ടലുടമയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ കുഴിമന്തി കിടക്കാനുള്ളതാണ്, അല്ലെങ്കിൽ തട്ടുകിടക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? അവർ പറയുന്ന പൈസ മേടിക്കുക, 500, 600, അല്ല 1000, 1500, 2000 കൊടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് ഈ രോഗം വരുത്തുന്നത്, ആ രോഗം ഇവർക്ക് വെച്ചുവിടുന്നത്. മനസ്സിലായില്ലേ? അവർക്കൊരു കർശന നടപടി എടുക്കണം. ഇപ്പം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ സാർ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ പേര് വരെ പുറത്തു വരും. നല്ല കാര്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായിരുന്നു. ഏത് ഹോട്ടലാണോ ഇതുപോലുള്ള കാര്യങ്ങൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുക, പഴകിയ ഭക്ഷണങ്ങൾ, ആ ഹോട്ടലിൻ്റെ ലൈസൻസ് റദ്ദാക്കണം, ആ ഹോട്ടലിൽ പൂട്ടിക്കുകയും വേണം. അത് ഫുഡ് സേഫ്റ്റിക്ക് കർശന നിർദ്ദേശം കൊടുത്തില്ല. ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ആരോഗ്യവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളും അത് മതി, ബാക്കിയുള്ളതൊക്കെ പൂട്ടിപ്പോട്ടെ. അതുപോലെ ബജ്ജിക്കടകൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ഉടനടി വാർത്തയോട് പറയുന്നത്, ബജ്ജിക്കടകളിൽ നിരന്തരം ഫുഡ് സേഫ്റ്റി പരിശോധന നടത്തണം. ബജ്ജിക്കടകളിൽ ഉപയോഗിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ
ഈ തട്ടുകടയിൽ ഉപയോഗിക്കും. തട്ടുകടയും ബജ്ജിക്കടയും രണ്ടൊന്നുമല്ല. തമിഴിൽ നിന്നും, അതായത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വന്ന് നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ബജ്ജിക്കടകൾ. അവിടെ ഉപയോഗിക്കുന്ന എണ്ണ പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ആരോഗ്യവകുപ്പ് കർശനമായിട്ടുള്ള ഈ ചെക്കിങ്ങിന് വിധേയമാക്കണം. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വെണ്ണയെപ്പറ്റി, അവിടുത്തെ മാവും അതുപോലെ വൃത്തിഹീനമായ രീതിയിൽ പിന്നെ ഒരു കയ്യുറയോ മറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിന് മാറ്റം വരണം. കയ്യുറ ഇടുക, അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കാവുന്ന സേഫ്റ്റി ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന അതെല്ലാം പറഞ്ഞു. നിർബന്ധമായിട്ടും വഴിയോര കച്ചവടവും ബജ്ജിക്കടകളും വൃത്തിഹീനമായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും നിർബന്ധമായിട്ട് ഫുഡ് സേഫ്റ്റി ആരോഗ്യവകുപ്പും കർശനമായിട്ട് പരിശോധിക്കണം. ഇത്തരം ഹോട്ടലുകളുടെ പേര് പുറത്തു വരണം. ജനങ്ങൾ അവിടെ പറ്റിക്കാൻ പാടില്ല. വൃത്തിഹീനമായിട്ട് പ്രവർത്തിക്കുന്ന ഒറ്റ ഹോട്ടലും ഒറ്റ സ്ഥാപനങ്ങളും കേരളത്തിലുണ്ടാകില്ല. കാരണം ഏതായാലും വില കൂടി നമ്മളാലും വില കുറഞ്ഞ ജനങ്ങളാണ് അവിടെ പോയി ഭക്ഷിക്കുന്നത്. അവർ പറയുന്ന തുക കൊടുത്തിട്ടാണ്, പറയുന്ന പൈസ കൊടുത്തിട്ടാണ് ഭക്ഷിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടും അത് വൃത്തിയായ രീതിയിൽ കൊടുക്കാൻ ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇതുപോലുള്ള മേഖലയിൽ പ്രവർത്തിച്ചാൽ മതി. അതിപ്പോൾ ഞാനൊരു ഹോട്ടലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞാനും അതുപോലെ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ കുറ്റപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുമ്പം എന്നെ കൂടെ പരിഗണിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക. നന്മ മാത്രം നമ്മൾ പറയുന്നു, നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. എല്ലാവരും ഉൾക്കൊള്ളുക. എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് കമൻറ്റും ചെയ്യാം. ഇല്ലാത്തവർക്ക് എനിക്കത് നിർബന്ധവും ഇല്ല. ഓക്കെ, താങ്ക് യു.